മലയോര മേഖലയിലെ കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമായി. പഴയ പ്രതാപത്തിന്റെ ഓർമ്മകൾ ഉണർത്തി മുണ്ടക്കയം പുത്തഞ്ചന്തയിലെ ആധുനിക സ്റ്റേഡിയം ഈ മാസം 28-ന് നാടിന് തുറന്നു നൽകും. അന്താരാഷ്ട്ര താരങ്ങൾ വരെ ബൂട്ടണിഞ്ഞ പുത്തഞ്ചന്തയുടെ പഴയ ഫുട്ബോൾ ആവേശം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങുകയാണ് നാട്. ലോകകപ്പ് കാലങ്ങളിൽ ഫ്ലെക്സുകളും തോരണങ്ങളുമായി ആഘോഷമായിരുന്ന ഈ മൈതാനം വീണ്ടും സജീവമാകുന്നതിന്റെ ആവേശത്തിലാണ് പുതുതലമുറയും. വെറുമൊരു മൈതാനമായിരുന്ന ഇടമിന്ന് അടിമുടി മാറിയിരിക്കുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ സ്റ്റേഡിയം ഒരുക്കിയിരിക്കുന്നത്. ഫുട്ബോൾ, വോളിബോൾ, ക്രിക്കറ്റ് എന്നിവയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഇടങ്ങളും വ്യായാമത്തിനെത്തുന്നവർക്ക് ഗ്രൗണ്ടിനു ചുറ്റും 400 മീറ്റർ നീളത്തിലുള്ള മനോഹരമായ വോക്ക് വേയും രാത്രികാലങ്ങളിലും കായിക മാമാങ്കങ്ങൾ നടത്തുവാൻ സാധിക്കുന്ന വിധം 48ഓളം ഫ്ലഡ് ലൈറ്റുകളും കാണികൾക്ക് സൗകര്യപ്രദമായി ഇരുന്ന് കളി ആസ്വദിക്കാൻ വിശാലമായ ഗ്യാലറിയും ഒരുക്കിയിട്ടുണ്ട്. പ്രളയശേഷം മണിമലയാറ്റിൽ നിന്നും വാരിയ മണ്ണും മണലും നിറഞ്ഞ് 4 വർഷത്തോളമായി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന മൈതാനമാണ് ഇപ്പോൾ 1.25 കോടി രൂപ വിനിയോഗിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നത്. കായിക വകുപ്പ് 50 ലക്ഷം രൂപയും MLA ഫണ്ട് 75 ലക്ഷം രൂപയും വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ടൗണിൽ നിന്നും നേരിട്ട് മൈതാനത്തേക്ക് എളുപ്പത്തിൽ എത്തുവാൻ ബൈപ്പാസ് റോഡിൽ നിന്ന് നടപ്പാലം നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ പുത്തഞ്ചന്ത വഴി ചുറ്റാതെ തന്നെ കായിക പ്രേമികൾക്ക് ഗ്രൗണ്ടിലേക്ക് എത്തുവാനാകുമെന്നും സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA പറഞ്ഞു. മുണ്ടക്കയം പുത്തഞ്ചന്തയിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപയും സംസ്ഥാന സ്പോർട്സ് വകുപ്പിൽ നിന്നുള്ള 50 ലക്ഷം രൂപയും ഉൾപ്പെടെ 1.25 കോടി രൂപ വിനിയോഗിച്ച് ഏറ്റവും മനോഹരമായി നവീകരിച്ചിരിക്കുകയാണ്. എല്ലാവിധ ഗെയിംസും നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ മികച്ച നിലയിൽ ഒരുക്കിയിരിക്കുന്ന ഗ്രൗണ്ടിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ, ഷട്ടിൽ ബാഡ്മിൻ്റൺ തുടങ്ങി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള എല്ലാ ഗെയിംസും നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം ഒരു വാക്ക് വേ, പ്രഭാത നടത്തവും സായാഹ്ന നടത്തവും ഒക്കെ അടക്കം വ്യായാമത്തിനായി ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്ക് വേ ആ ഗ്രൗണ്ടിൻ്റെ ചുറ്റുമായിട്ട് ഏകദേശം 400 മീറ്റർ ദൈർഘ്യത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അത് വ്യായാമത്തിനുമൊക്കെ ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. പിന്നെ പൂർണ്ണമായും ചുറ്റോട് ചുറ്റും ഫെൻസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കളികളൊക്കെ വളരെ സുരക്ഷിതമായി ആ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ നടത്താൻ കഴിയും. അതോടൊപ്പം ഏകദേശം 1000ഓളം ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഗാലറി നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായ ഡ്രെയിനേജ് സിസ്റ്റം, വെള്ളം കെട്ടി നിൽക്കുകയോ അങ്ങനെയുള്ള ചെളി ഉണ്ടാവുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം അതിൻ്റെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയമാണ് ഒരുക്കിയിരിക്കുന്നത്. 40 വിളക്കാണ് അതിനു വേണ്ടിയിട്ട് ലൈറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ നിലയിലും ഒരു ആധുനിക സ്റ്റേഡിയം, ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയം മുണ്ടക്കയത്തിന് യാഥാർത്ഥ്യമാവുകയാണ്. 28-ന് വൈകിട്ട് 4 മണിക്ക് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ആവേശകരമായ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.